Hi all. Now today we are discussing all chapters, assertion, reason, questions, and also it include case-based question. First we can revise assertion, reason, questions. So I already discussed the assertion, reasons, questions in previous video 1. Video 1 ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി വീഡിയോ 2 നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ് വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അത് നോക്കണ്ട. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് നോക്കാം. അസേഷൻ പൈ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. റൂട്ട് 5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. പൈ ഇറാഷണൽ നമ്പറാണ്, അത് ശരിയാണ്. റൂട്ട് 5 ഇറാഷണൽ നമ്പറാണ്, അതും ശരിയാണ്. പക്ഷേ റീസൺ എന്ന് പറയുന്നത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. രണ്ട് നമ്പേഴ്സ് എന്താണ് ഇറാഷണൽ നമ്പർ ആയെന്ന് കരുതി അത് റീസൺ ആവണമെന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വന്നത്. നെക്സ്റ്റ് സെവൻത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് റൂട്ട് 3 പ്ലസ് റൂട്ട് 5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ദെൻ ദ സം ഓഫ് റാഷണൽ നമ്പർ ആൻഡ് ആൻ ഇറാഷണൽ നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. സെവൻത്ത് വണ്ണിൻ്റെ ഓപ്ഷനിൽ റൂട്ട് 3 പ്ലസ് റൂട്ട് 5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ, അത് കറക്റ്റാണ്. ഇനി സം ഓഫ് എ റാഷണൽ നമ്പർ ആൻഡ് ആൻ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ 2 പ്ലസ് റൂട്ട് 3, അത് ഇറാഷണൽ നമ്പറാണ്, അതും കറക്റ്റാണ്. ഇറാഷണൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ എന്ന് കരുതി അതെന്ന് പറയുന്നത് എന്താണ്, ഈ ഫസ്റ്റ് വൺ എഴുതിയേക്കണതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ 6 raised to n can end with the digit 0 for any natural number n. Any positive integer ending with the digit 0 or 5 is divisible by 5 and so its prime factorization must contain the prime 5. ഇത് എയ്ത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. 6 raised to n, ഏതൊരു എന്നിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കണം, ആ നമ്പർ ഡിവിസിബിൾ ബൈ ലാസ്റ്റ് ഡിജിറ്റിൽ ഒന്നുകിൽ 0 ഇല്ലെങ്കിൽ 5 വരണം, അല്ലെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ അകത്ത് ഉറപ്പായിട്ടും 5ഉം 2ഉം വരണം. അത് റീസൺ കറക്റ്റാണ്. ഈ 6 raised to n എന്ന് പറയുന്നത് n with digit 0 for any natural number n. 6 raised to n can end with the digit 0 for any natural number n. ഏത് നാച്ചുറൽ നമ്പർ എന്നിനും 6 raised to n-ന് ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 raised to n-ന് നമ്മൾ 2 into 3 എന്നാണ്, അതിൻ്റെ അകത്ത് 5 വരുന്നില്ല. പിന്നെ എനി പോസിറ്റീവ് ഇൻറ്റീജർ, റീസൺ കറക്റ്റാണ്. അപ്പം ഓപ്ഷൻ എ ആണ് വന്നത്, അല്ല ഓപ്ഷൻ ഡി ആണ് വന്നത്. അതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, പക്ഷെ ആർ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി 9th ക്വസ്റ്റ്യൻ assertion A. The HCF of two numbers is 5 and their LCM is 150. If one of the number is 50, then the other is 50. HCF of two numbers, രണ്ട് നമ്പേഴ്സിൻ്റെ HCF 5 ആണ്. HCF 5 ആണ്, LCM 150 ആണ്. അപ്പോൾ 5 into 150 equal to, if one of the number is 15, then other number is 50. ഒരു നമ്പർ 15 ആണെങ്കിൽ അതർ നമ്പർ 50 ആയിരിക്കും. ശരിയാണ്, കാരണം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും സെയിം ആയിരിക്കും. 5 into 150 എന്ന് പറയുന്നത് 750 ആണ്. 15 into 50 എന്ന് പറയുന്നത് 150 തന്നെയാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ 9th ക്വസ്റ്റ്യൻ്റെ അകത്ത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ, അത് കറക്റ്റാണ്. ഇനി 10th ക്വസ്റ്റ്യനിൽ 100 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. 100 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇത് പറഞ്ഞിരിക്കുന്നത് 100നെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാൻ പറ്റും. 100 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറുമാണ്, ശരിയാണ്. 100 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. 2 into 2 into 5 into എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. 100 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ അതിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ ആയിട്ട് എഴുതാനും പറ്റും. അപ്പം 10th ഓപ്ഷൻ എ ആണ് വന്നത്. എയും ആറും ട്രൂ ആണ്, അതുപോലെ തന്നെ ആർ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എയും ആണ്. 11th ക്വസ്റ്റ്യൻ്റെ അകത്ത് റൂട്ട് പി ഈസ് ആൻ ഇറാഷണൽ നമ്പർ വേർ പി ഈസ് എ പ്രൈം നമ്പർ. റൂട്ട് പി ഇറാഷണൽ നമ്പറാണ്, പി എന്ന് പറയുന്ന പ്രൈം നമ്പറാണ്. ദ സ്ക്വയർ റൂട്ട് ഓഫ് എനി പ്രൈം നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഏത് പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താലും അത് ഇറാഷണൽ ആയിരിക്കും. കറക്റ്റാണ്, കാരണം എന്താ, റൂട്ട് പി ഇറാഷണൽ ആയതുകൊണ്ട് അതിൻ്റെ ഏതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താലും അതെന്ന് പറയുന്നതും ഇറാഷണൽ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്.
ഇനി 12th question, x square plus 4x plus 5 has 2 zeros. Reason a quadratic polynomial can have at most 2 zeros. ഏറ്റവും കൂടിയ അതിന് 2 zeros വരെ വരാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വണ്ണി പറയുന്നത് ബിയിൽ ബോത്ത് എ ആൻഡ് ആർ ട്രൂ, കറക്റ്റ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5ന് 2 സീറോസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഏറ്റവും കൂടിയ 2 സീറോസേ വരാൻ പറ്റുള്ളൂ എന്ന് കരുതി ഇത് ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. 12ന്റെ ഓപ്ഷൻ ബി ആണ് വന്നത്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി 13th ക്വസ്റ്റ്യനിൽ സീറോസ് ഓഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5 ആർ 5 ആൻഡ് മൈനസ് 1. ഈ പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത് 5ഉം -1ഉം ആണ്. ദ പോളിനോമിയൽ ഹൂ സീറോസ് ആർ 2 പ്ലസ് റൂട്ട് 3 2 മൈനസ് റൂട്ട് 3 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 7. ഈ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 7ന്റെ സീറോസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ 13th ക്വസ്റ്റ്യൻ്റെ അകത്ത് ആദ്യം നമുക്ക് നോക്കാം ഇത് സീറോ ആണോ എന്ന് നോക്കാനായിട്ട് പി ഓഫ് 5 കണ്ടുപിടിക്കാം. പി ഓഫ് 5 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 5 മൈനസ് 5. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 മൈനസ് 25 കിട്ടും. 5 മൈനസ് 5 എന്ന് പറയുന്നത് 0. അപ്പോൾ അത് കറക്റ്റ്. ഇനി പി ഓഫ് -1 നോക്കുക. പി ഓഫ് -1 എന്ന് പറയുമ്പോൾ -1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു -1 മൈനസ് 5. -1 സ്ക്വയർ എന്ന് പറയുന്നത് 1, -4 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ +4, പിന്നെയുള്ള -5. അപ്പോൾ നമുക്ക് 1 + 5 5, 5 - 5 എന്ന് പറയുന്നത് 0 ആണ് കിട്ടും. അപ്പോൾ അസേഷൻ എ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സീറോസ് ഇതാണോ എന്ന് സോൾവ് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 7. അപ്പം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്പ്ലിറ്റിംഗ് ദ ഡബിൾ മിഡിൽ ടേം ചെയ്യണേക്കാൾ എളുപ്പം -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നുള്ളത് കൊടുക്കുകയാണ് എളുപ്പം. അപ്പോൾ -b എന്ന് പറയുന്നത് +4 ആയിട്ടാണ് നമുക്ക് വന്നത്. +4 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 16 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 2. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 16 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 7. 4 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 28 ആണ് വന്നത്. അപ്പോൾ തന്നെ അത് ആൻസർ കിട്ടില്ല, കാരണം സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പറാണ്. 16 മൈനസ് 28 എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെ. അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്, ഇത് കറക്റ്റാണ്. അപ്പോൾ 13th അസേഷൻ എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് ആണ് വന്നത്. ഇനി 14th ക്വസ്റ്റ്യൻ, ഡിഗ്രി ഓഫ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി ഓഫ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഈസ് 0. 14th ഡിഗ്രി ഓഫ് സീറോ ഓഫ് പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇപ്പോൾ സീറോ പോളിനോമിയലിൻ്റെ ഡിഗ്രി ഡിഫൈൻ ചെയ്തിട്ടില്ല. ഡിഗ്രി ഓഫ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ, ഇപ്പോൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പർ കോൺസ്റ്റന്റിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്, കാരണം x⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻0 1 ആണ്. അപ്പോൾ 2 × 1 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം x⁻0യുടെ കാര്യത്തിൽ ശരിയാണ്. ഡിഗ്രി ഓഫ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ 0 ആണ്. ഡിഗ്രി ഓഫ് സീറോ പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്, അതും ട്രൂ ആണ്. സീറോ പോളിനോമിയലിന്റെ ഡിഗ്രി ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് തന്നെ. പക്ഷേ ഇത് രണ്ടും റീസൺ അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല. A and R are true but R is not explanation of A ആണ് വന്നത്. ഇനി 15th question, if 2 3 are the zeros of a quadratic polynomial then the polynomial x square minus 5x plus 6. If alpha and beta are the zeros of a quadratic polynomial then the polynomial is x square minus alpha plus beta into x plus alpha into beta. അത് കറക്റ്റാണ്. കാരണം നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്, പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് വന്നത്. അതുപോലെ തന്നെ ഇത് സോൾവ് ചെയ്യുമ്പോൾ സീറോസ് കിട്ടുന്നതാണ് 2ഉം 3ഉം. എയും ആറും കറക്റ്റാണ്. അതുപോലെ തന്നെ അത് കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. ഇനി 16th ക്വസ്റ്റ്യൻ, ഇതൊക്കെ ചാപ്റ്റർ 2ൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. ദ പോളിനോമിയൽ x⁴ പ്ലസ് 4x സ്ക്വയർ പ്ലസ് 5 ഹാസ് 4 സീറോസ്. അത് കറക്റ്റാണ്. ഡിഗ്രി 4 ആണ് വന്നേക്കുന്നത്. ഡിഗ്രി 4 ആണെങ്കിൽ അതിന് അറ്റ്മോസ്റ്റ് 4 സീറോസ് ഉണ്ടായിരിക്കും. ഇഫ് പി ഓഫ് എക്സ് ഇസ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് കെ ദെൻ ദ റിമൈൻഡർ ഈക്വൽ ടു പി ഓഫ് കെ.
ഇത് നമുക്കിവിടെ ഡിലീറ്റഡ് പോർഷനിലുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ആറും ട്രൂ ആണ്, പക്ഷെ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇത് ഡിലീറ്റഡ് ആയതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. ഇനി 17th ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇഫ് 1 0 ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 13 എക്സ് പ്ലസ് 4k ഈസ് റെസിപ്രോക്കൽ ഓഫ് അതർ ദെൻ കെ ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇഫ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ദെൻ പി ഓഫ് എ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എ ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ്. എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ആണെങ്കിൽ പി ഓഫ് എ 0 ആയിരിക്കും. എ ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ്. 6 ട്രൂ ആണ്. അത് നമുക്ക് കറക്റ്റായിട്ട് പറയാം, 6 ട്രൂ ആണ്. അപ്പം എന്തായാലും ഓപ്ഷൻ സി വരില്ല, ഓപ്ഷൻ ഡിയോ എയോ ബിയോ വരാം. പക്ഷെ ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, കാരണം ഇതിങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇത് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ നമുക്ക് ഇത് ഓപ്ഷൻ നോക്കാൻ നേരത്ത് പിന്നെ ഉള്ളത് ഓപ്ഷൻ ബിയും ഡിയും ആണ്. ഇഫ് 1 0 ഓഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് അതർ ആണെങ്കിൽ കെ എന്ന് പറയുന്നത് 2 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്ത് നോക്കണം. നല്ല ലെങ്തി പ്രോസസ്സാണ്. ഇതിൻ്റെ ആൻസർ വന്നത് 17th ആൻസർ ഡി ആണ് വന്നത്. ഈ ഫോൾസ് ആണെന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇപ്പം ആൽഫ എടുക്കുകയാണെങ്കിൽ അടുത്തതെന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആകുമ്പോൾ 1/α ആണ് റെസിപ്രോക്കലായിട്ട് വന്നത്. ഇവിടെ കെയുടെ വാല്യൂ 2 ആണെങ്കിൽ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇഫ് 0 കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് റെസിപ്രോക്കൽ ആണോ എന്ന് നോക്കിയാലും മതി. അപ്പം കെയുടെ വാല്യൂ 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് 13h പ്ലസ് 4 ഇൻറ്റു കെ എന്ന് പറയുമ്പോൾ 8 ആണ് വന്നത്. 2 സ്ക്വയർ 4, 4 പ്ലസ് 4 8, 8h സ്ക്വയർ പ്ലസ് 13h പ്ലസ് 8. ഇതിലൊരിക്കലും റെസിപ്രോക്കലായിട്ട് കിട്ടില്ല, കാരണം 8 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 64, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എ ഫോൾസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഇനി ക്യൂബിക്കിൻ്റെ ഇത് നമുക്ക് പഠിക്കാനില്ല, അത് ഡിലീറ്റഡ് ആണ്, അപ്പോൾ അത് നോക്കണ്ട. പിന്നെ 19th ക്വസ്റ്റ്യൻ. അപ്പം 18th എന്തായാലും ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ആണ് വന്നത്. എയും ആറും ട്രൂ ആണ്. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. ഇത് നമുക്കിവിടെ ടെസ്റ്റിൽ സ്റ്റാർ ഇട്ട് കൊടുത്തേക്കണ പോർഷനാണ്. ഇത് കറക്റ്റ് തന്നെയായിട്ടാണ് വന്നത്. എന്തായാലും ഓപ്ഷൻ ഇട്ടേക്കാം. ഓപ്ഷൻ എ ആണ് വന്നത്. 19th ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇഫ് ആൽഫ ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് 1 ദെൻ 1/α പ്ലസ് 1/β ഈക്വൽ ടു എ. ഇതാണോ എന്ന് ചെക്ക് ചെയ്യണം. 1/α പ്ലസ് 1/β എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞത്. സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കണം. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് -b/a. ഇവിടെ എക്ക് പകരം 1, ബിക്ക് പകരം -1, സിക്ക് പകരം 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് 1/1. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് c/a ആണ് വന്നത്. ഇവിടെ -a ആണ് വന്നത്. ബി എന്ന് പറയുന്നത് -a ആണ് വന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് -a എന്നാണ് വന്നത്. അത് പോസിറ്റീവ് ആവും. എ എന്ന് പറയുന്നത് 1 ആയി പോകും. അപ്പം ഇതെന്ന് പറയുന്നത് c/a ആണ് വന്നത്. c/aയിൽ ഇത് കൊടുക്കാൻ നേരത്ത് 1/1 ആണ് വന്നത്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ a/1 എന്ന് പറയുന്നത് എ. ഇതപ്പോൾ കറക്റ്റാണ്. ഇനി ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ദെൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a, ആൽഫ ബീറ്റ എന്ന് പറയുന്നത് c/a. അപ്പോൾ 19th ക്വസ്റ്റ്യൻ്റെ അകത്ത് എയും ആറും ട്രൂ ആണ്. പിന്നെ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. കാരണം പ്രോഡക്റ്റ് ഓഫ് സീറോസും സം ഓഫ് സീറോസും വെച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത്. ആൽഫ പ്ലസ് ബീറ്റ -b/a, ആൽഫ ബീറ്റ c/a. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ കൊടുക്കാം. പിന്നെ 20th ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് പി ആൻഡ് 2α പ്ലസ് 3β ഈക്വൽ ടു 15 ദെൻ പി ഈസ് ഈക്വൽ ടു 54. അങ്ങനെയാണെങ്കിൽ പി 54 ആയിരിക്കും. ആൽഫയും ബീറ്റയും സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഇതാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a, ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു c/a ആണോ എന്ന് ചോദിച്ചാൽ ഇത് സെയിം തന്നെയാണ് വന്നേക്കുന്നത്. നമ്മളിത് ചെക്ക് ചെയ്ത് വെച്ചാൽ അത് പിയുടെ വാല്യൂ 54 ആണോ.
അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പിയുടെ വാല്യൂ 54 ഇട്ട് നമുക്ക് കൊടുത്തു നോക്കാം. എച്ച് സ്ക്വയർ മൈനസ് 3h പ്ലസ് 54 കൊടുക്കാം. അപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ മൈനസ് ബി ബൈ എ. അപ്പം മൈനസ് 3/1. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ നമുക്ക് 54. അപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ 3യും ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 54ഉം കിട്ടും. ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 3, ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 54. ഇനി നമുക്കിടെ എടുത്ത് വെച്ചേക്കുന്നത് ഏതാണ്? 2 ആൽഫ പ്ലസ് 3 ബീറ്റ എന്ന് പറയുന്നത് 15 ആണോ അല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റയാണ് വന്നത്. അത് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റയിൽ നിന്ന് നമ്മളിത് സോൾവ് ചെയ്ത് നോക്കണം. ഇതിൽ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഈസ് ഈക്വൽ ടു 3 മൈനസ് ബീറ്റ എന്ന് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 മൈനസ് ബീറ്റ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 54. അപ്പോൾ നമുക്ക് കിട്ടും 3 ബീറ്റ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 54 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ സ്ക്വയർ മൈനസ് 3 ബീറ്റ പ്ലസ് 54 ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് ആൽഫ ബീറ്റ കണ്ടുപിടിക്കണം. ഈ മെത്തേഡിൽ അല്ലാതെ കിട്ടൂല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യണം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് സോൾവ് ചെയ്ത് നോക്കണം. അപ്പം എന്നാലാണ് നമുക്ക് ആൽഫ ബീറ്റ കിട്ടിയിട്ട് 2 ആൽഫ പ്ലസ് 3 ബീറ്റ എന്ന് പറയുന്നത് 15 ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം എച്ച് സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ 3 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് 54 ഡിവൈഡഡ് ബൈ 2a മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4c. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ വരുന്നത് 20യുടെ ഓപ്ഷൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ ശരിക്കും ഇത് കിട്ടുന്നില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.